മാപ്പിള സ്കൂൾ എന്നറിയപ്പെടുന്ന അലനല്ലൂർ AMLP സ്കൂളിൻ്റെ ചരിത്രം അലനല്ലൂർ എന്ന ഗ്രാമത്തിൻ്റെ ചരിത്രം കൂടിയാണ്. 120 വർഷം മുമ്പ് 1905 മുസ്ലിം പണ്ഡിതനായ മൊയ്തുട്ടി മൊല്ലയുടെ ഉടമസ്ഥതയിൽ ഇന്നത്തെ ഫെഡറൽ ബാങ്ക് നിലനിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഓത്തുപള്ളിക്ക് തീ പിടിച്ചു. മുസ്ലിം കാരണവന്മാരുടെ എല്ലാം സഹകരണത്തോടെ കൂടുതൽ സൗകര്യത്തോടെ ഓടിട്ട കെട്ടിടം നിർമ്മിച്ച് ഇപ്പോൾ AMLP സ്കൂൾ നിൽക്കുന്ന സ്ഥലത്ത് പ്രവർത്തനം പുനരാരംഭിച്ചു. 1906 ഈ സ്ഥാപനത്തിൽ മതപഠന സമയത്തിനു ശേഷം ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന സംവിധാനം നിലവിൽ വന്നു. ഇതാണ് AMLP സ്കൂൾ എന്ന മാപ്പിള സ്കൂളിൻ്റെ ആദ്യ രൂപം. എൻ്റെ കുട്ടിക്കാലത്ത് അലനല്ലൂര് പൊതുവിദ്യാലയങ്ങൾ രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് ഇപ്പോൾ AMLP സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മാപ്പിള സ്കൂൾ. ഇംഗ്ലീഷുകാരാണ് ഈ രണ്ട് വിഭാഗം സ്കൂളുകൾ അവിടെ ഇന്ത്യക്കാരെ ഒരു ഇടയ്ക്ക് മാനസികമായിട്ട് യോജിക്കരുത് എന്ന രൂപത്തിൽ മതപരമായ ധ്രുവീകരണം ലക്ഷ്യമിട്ടിട്ടാണ് ഈ രണ്ട് വിധത്തിലുള്ള വിദ്യാലയങ്ങളുടെ അംഗീകാരം. ഇംഗ്ലീഷുകാരുടെ ഭരണം കൊണ്ട് നമുക്കുണ്ടായുള്ളൊരു അനുഗ്രഹത്തിൽപ്പെട്ടതാണ് എല്ലാവർക്കും കയറി പഠിക്കാനുള്ള പൊതുവിദ്യാലയത്തിൻ്റെ ആരംഭം. കുട്ടികളെ പഠിപ്പിക്കാനുള്ള വിദ്യാലയത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്ക് ഒരു ചെറിയ സഹായധനം ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ഇപ്പോഴത്തെ ഗ്രാൻഡ് അതെ, അതിന് എയ്ഡ് എന്നാണ് പേര് പറയാം, സഹായധനം. അത് സ്വീകരിക്കാൻ തയ്യാറുള്ള വിദ്യാലയങ്ങൾക്ക് എയ്ഡഡ് സ്കൂൾ എന്നുള്ളൊരു പേരും കൊടുത്തു. അങ്ങനെ അലനല്ലൂരിനെ സംബന്ധിച്ച് പൊതുവിദ്യാലയങ്ങളുടെ ആ ഉത്ഭവത്തിൽ ആദ്യം ഉണ്ടായിട്ടുള്ള പൊതുവിദ്യാലയമാണ് ഇന്ന് കാണുന്ന AMLP സ്കൂളിൻ്റെ മൂലസ്വരൂപം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് ഒരു മദ്രസയുടെ മതപഠന കേന്ദ്രമായിട്ടാണ് ഈ സ്കൂളിൻ്റെ ആദ്യത്തെ പൂർവ്വരൂപം. 10 മണി വരെ മതവിദ്യാഭ്യാസമാണ്. അത് കഴിഞ്ഞ് 10:30ക്കാണ് റെഗുലർ ക്ലാസ് ആരംഭിക്കുക. ഇതിന് 4:30 വരെ. മുസ്ലിം മതപഠന കേന്ദ്രത്തിലെ വിദ്യാലയത്തിൽ കുട്ടികളെ ചേർക്കാൻ ഇതര മതസ്ഥർ വൈമനസ്യം കാണിച്ചിരുന്നു. നിശ്ചിത യോഗ്യതയുള്ള ആദ്യ പ്രധാനാധ്യാപകനായി 1956 ശ്രീ പട്ടലൂർ ദാമോദരൻ നമ്പൂതിരി മാസ്റ്റർ ചുമതലയേറ്റതോടെ ഇതിൽ മാറ്റം ദൃശ്യമായി. ആഴ്ചയിൽ 2 ദിവസം വീക്കെൻഡ് ഹോളിഡേയ്സാണ്. ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് വ്യാഴവും വെള്ളിയായിരുന്നു ഒഴിവ് ദിവസങ്ങൾ. വെള്ളി ഒരു നിർബന്ധമായിട്ടും മുസ്ലിനെ സംബന്ധിച്ച് ജുമായ്ക്ക് പങ്കെടുക്കണം. വ്യാഴാഴ്ച ദിവസം കുട്ടികൾ സ്കൂളിൽ വരില്ല. കാരണം അവർക്ക് വട്ടച്ചെലവിന് കാശുണ്ടാക്കാതെ മാർഗം തേക്കിൻ്റെ പൊട്ടിച്ച് ചന്തയെ കൊണ്ടുവിടാൻ ഒരു ചന്ത വളരെ വ്യാഴാഴ്ച. രണ്ടാമതൊരു കാര്യം, റംസാൻ വെക്കേഷൻ അതിങ്ങനെ മാറി 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 വരും. വർഷത്തിൻ്റെ ഇടയിൽ ഈ റംസാൻ വെക്കേഷൻ ഒരു മുടക്കം, അതും കുട്ടികൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് സംഭവിച്ചു. ഈ നഷ്ടപ്പെട്ട റംസാൻ വെക്കേഷൻ്റെ ആ ഒരു മാസം പിന്നെ ഏപ്രിൽ മാസം എല്ലാ മറ്റു സ്കൂളുകളും നാസിപ്പുറന്നാതി കൂട്ടും. ഈ മാപ്പിള സ്കൂൾ മാത്രം ഏപ്രിൽ 30 കൂട്ടുള്ളൂ. ഇങ്ങനെ 1-2 അലർജികൾ കാരണത്താൽ ഹിന്ദു കുട്ടികളെ ഇവിടെ ചേർക്കാൻ രക്ഷിതാക്കൾക്കൊരു മടി. പോരാതെ രാവിലെ 9 വരെ മതപഠനമാണ്, അത് കഴിഞ്ഞുള്ളൂ. ഇതുകൊണ്ട് ഞാൻ 56 ജോലി ചെയ്ത സമയത്ത് ഒരൊറ്റ ഹിന്ദുക്കുട്ടി അവിടെ ഇല്ല, ഒക്കെ മുസ്ലിം കുട്ടികളുണ്ട്. പിന്നെ 3-4 വർഷം കഴിയുമ്പോഴേക്കാണ് രക്ഷിതാക്കൾ തന്നെ ഒരു മുറുമുറുപ്പ്. മാപ്പിള സ്കൂൾ 7 മാസത്തേക്ക് നമ്പൂരി ആവാനുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെ എന്താ ചേർത്ത് പഠിപ്പിച്ചാൽ. അങ്ങനെ പരീക്ഷാ ചൂടക്കാട്ടിലെ MC നേരാകുമ്പോഴത്തെ കുട്ടികളെ അങ്ങനെ കുറേ കുട്ടികൾ ഹിന്ദു കുട്ടികൾ വന്നിങ്ങനെ ചേരാൻ തുടങ്ങി.
അങ്ങനെ ഈ 2 വിദ്യാലയങ്ങൾ, 2 പ്രൈമറി സ്കൂള്, ഒന്ന് മാപ്പിള സ്കൂളും ഒന്ന് കൃഷ്ണ LP സ്കൂളും, അതിന് തൊട്ട് ഹൈസ്കൂളും. ഇതാണ് അലനല്ലൂരത്തെ അന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഫെസിലിറ്റി. 1953 സ്കൂളിന്റെ മാനേജ്മെന്റ് ആറാട്ടുതൊടി കുഞ്ഞിക്കമ്മു മകനും അധ്യാപകനുമായ കുഞ്ഞു മുഹമ്മദിന്റെ പേരിൽ തീരുവാങ്ങി. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് വാസു മാസ്റ്റർ കറസ്പോണ്ടന്റായി താൽക്കാലിക മാനേജർ സ്ഥാനം വഹിച്ചു. തുടർന്ന് സ്കൂൾ മാനേജരായി ആറാട്ടുതൊടി ഹംസ എന്ന കുഞ്ഞൂട്ടി ചുമതലയേറ്റു. ഇദ്ദേഹത്തിന്റെ സമയത്താണ് ഇപ്പോൾ നടുഭാഗത്തുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് കുടുംബസ്വത്ത് വീതം വെച്ചപ്പോൾ ആറാട്ടുതൊടി മൂസ വിദ്യാലയത്തിന്റെ ഉടമസ്ഥനും മാനേജരുമായി. മാത്രമല്ല, കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് ആ മുമ്പിലുള്ള കെട്ടിടവും അതിൻ്റെ ഒരു ചായ്പും മാത്രമാണ് ഉണ്ടായത്. പുറകിലത്തെ കെട്ടിടങ്ങളും അതെ, പ്രീ കെയർ കെട്ടിടം മാത്രമേ ഉള്ളൂ. പിന്നീട് ഞാൻ 4ാം ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്ക് ഈ പുറകിലുള്ള ഷെഡിൻ്റെ 2 റൂം എടുത്തിരുന്നു. അപ്പം ഞാനൊക്കെ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഉള്ള 4ാം ക്ലാസ് AB 2 ഡിവിഷനായിരുന്നല്ലേ. ആ ക്ലാസ് 2 ആ കൊല്ലത്തിലാണ്. അങ്ങനെ ഞാൻ 4ാം ക്ലാസ് അതിലാണ് കഴിഞ്ഞത്. ആ കാലത്ത് പിന്നെ കറണ്ടും മറ്റുള്ളതൊന്നും ഇല്ലല്ലോ. അപ്പം ഹംസമാഷ് ലൈറ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും കടയിൽ പോയിട്ട് കുറച്ച് ചില്ല് വാങ്ങിക്കൊണ്ടുവരും. ആ ചില്ല് ഓട് മാറ്റിയിട്ട് ഇടയിൽ വെച്ചിട്ടാണ് ലൈറ്റ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ക്ലാസ് റൂം തിരിച്ചിരുന്നത് പഴയ ചാക്കൊക്കെ പാടെ പട്ടികയിൽ തറച്ചിട്ട് അത് ക്ലാസ് ഇടയിൽ കെട്ടിയിട്ട് അത് 3 ദിവസം കൊണ്ടൊക്കെ മാഞ്ചിപ്പൊളിച്ച് ഇതാക്കും. അത് വേറെ കാര്യം. ഏതായാലും പിന്നെ ആ കാലത്തൊന്നും ഈ മറ്റതില്ല, ഇത് ഈ നമ്മളെ ടൂറ് എന്ന സംഭവം ഇല്ല. ആകെ ടൂർ ഹംസഭാഷ ചേലക്കുന്നിൽ 4 കുട്ടികളായിട്ട് പോകും. 4ാം ക്ലാസ്സിലെ 1ാം ക്ലാസ്സിലെ കുട്ടികൾ, അതാണ് ടൂറായിട്ടുണ്ടായത്. അതിനുശേഷം ഒരു തലമുറ, പുതിയ തലമുറ വന്നതിന് ശേഷമാണ് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. മണ്ണാർക്കാട് ഉപജില്ലയിലെ മികച്ച വിദ്യാലയമായി മാപ്പിള സ്കൂൾ മാറി. നമ്പൂതിരി മാഷ്, എക്കപ്പത്ത് ശിവരാമൻ മാഷ്, പള്ളത്ത് വാസു മാഷ്, ഗോപി മാഷ് തുടങ്ങിയവർ വെറും അധ്യാപകർ മാത്രമായിരുന്നില്ല, മികച്ച സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ കൂടിയായിരുന്നു. ഈ കൂട്ടായ്മയുടെ കൂടി ഫലമായാണ് അലനല്ലൂർ കലാസമിതി രൂപപ്പെടുന്നത്. 4 മണി വരെ സ്കൂളും 4 മണി മുതൽ കലാസമിതിയും എന്ന തരത്തിൽ ഇവർ പ്രവർത്തനങ്ങളെ കൊണ്ടുപോയി. നാടകം, വോളിബോൾ, ബാഡ്മിൻ്റൺ, സാഹിത്യ ക്യാമ്പുകൾ എന്നിവയെല്ലാം ലൈബ്രറിയോടൊപ്പം കലാസമിതിയുടെ പ്രവർത്തനമായി മാറി. മൂച്ചിപ്പിരാന്ത് പോലുള്ള നാടകങ്ങളിലൂടെ ശിവരാമൻ മാസ്റ്റർ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നാടകകൃത്തും നടനുമായി മാറി. സമൂഹമായിട്ട് എന്ത് കാര്യത്തിനും ഇടപെടുന്ന, കല്യാണമായാലും വേണ്ടില്ല, മരണമായാലും വേണ്ടില്ല, വാക്കുകൾ, അങ്ങനത്തെ നല്ലൊരു ഗ്രൂപ്പ്, അല്ലാതെ മാസുപണി മാത്രമായിട്ടല്ല, അങ്ങനത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ടീം വർക്ക് അന്ന് സംഘടിപ്പിക്കാൻ സാധിച്ചു. അത് വലിയ ഭാഗ്യമാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് അതിലൂടെ ആദ്യ ഒരു വായനശാല, കലാസമിതി സ്പോർട്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂം എന്ന പേരിൽ. അന്ന് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനമൊക്കെ ഉള്ള സമയമാണ്. അങ്ങനെ അത് രജിസ്റ്റർ ചെയ്ത് അതിന് അംഗീകാരം കിട്ടി. കാരണം ഞാൻ ചെല്ലുമ്പോൾ അവിടെ കലാസമിതി വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യം. ഞാൻ അവിടെ നിന്ന് കുറേ പുസ്തകങ്ങൾ ആദ്യം മുതൽ തന്നെ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു 4-5 ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് കൂടുതൽ പുസ്തകങ്ങൾ കൊണ്ടുപോയിട്ട് ഇന്ത്യയായിട്ട് നല്ല വായനക്കാരനാണ്. അപ്പോൾ നാടക പ്രവർത്തനം വേണ്ടിയിട്ട് ഇവിടെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പുസ്തകങ്ങൾ കൊണ്ടുപോയിട്ട് അന്നേ വായന തുടങ്ങിയതാണ്. ചെറിയ ക്ലാസ്സിൽ വെച്ചിട്ട് വായന. പിന്നെ അവിടെ ചെന്നപ്പോൾ എന്നെ ലൈബ്രറിയിൽ മെമ്പറാക്കി. എന്നും ഉച്ച കഴിഞ്ഞ് ഞാൻ അവിടെ കൂടും, പുസ്തകങ്ങൾ ചൊല്ലി വീട്ടിൽ കൊണ്ടിട്ട് വായിക്കും. അങ്ങനെയൊക്കെ നടന്നു. പിന്നെ ക്ലാസ്സിലും തന്നെ പഠിപ്പിക്കാൻ, മലയാളം പഠിപ്പിക്കാൻ നല്ലൊരു താല്പര്യം ഉണ്ടായിരുന്നു. കവിതകൾ നന്നായിട്ട് ചൊല്ലാനും കുട്ടികളെ ചൊല്ലണം. അപ്പോൾ കുട്ടികൾക്കും തന്നെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടിരിക്കാനും. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട വേറെ കവിതകളും ഞാൻ ചൊല്ലിക്കൊടുക്കുകയായിരുന്നു. ഈ കലാ സാംസ്കാരിക രംഗത്ത് കലാസമിതിയുടെ സ്വാധീനം ഉണ്ട്. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഈ LP സ്കൂളിൽ നിന്നൊന്നും നാടകം തന്നെ അവതരിപ്പിക്കാറില്ല. വളരെ ഇപ്പം 10, 30, 35 സ്കൂളുകളിൽ 1-2 നാടകങ്ങൾ. ആ സമയത്ത് നമ്മൾ അട്ടപ്പാടിയൊക്കെ സബ് ജില്ലാ കലോത്സവം നടക്കുമ്പോൾ അതിൻ്റെ A ഗ്രേഡും ഫസ്റ്റും വാങ്ങി കുട്ടികളൊക്കെ ഇപ്പോൾ അമേരിക്കയിൽ അവിടെ ഇന്ത്യയൊക്കെ ഉള്ളത് ആ ഒരു ടീം ഉണ്ടായിരുന്നു. അതങ്ങനെയൊക്കെ നമ്മൾ പിന്നെ കലാ സാംസ്കാരിക രംഗത്താണെങ്കിലും മാത്രമല്ല സ്പോർട്സ് മാപ്പിള സ്കൂളിൻ്റെ കുത്തകയായിരുന്നു. നമ്മുടെ MLP സ്കൂൾ, നമ്മുടെ പുളിപ്പേര് മാപ്പിള സ്കൂളിൻ്റെ കുത്തകയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കാരണം അന്ന് ട്രോഫി ഇത് കഴിഞ്ഞാൽ നമ്മുടെ സ്പോർട്സ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു പ്രകടനം ഉറപ്പാണ്. ആഹ്ലാദ പ്രകടനം, കുട്ടികളെ
തുടർച്ചയായിട്ട് ഒരുപാട് വർഷം. ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ എൻ കൃഷ്ണൻകുട്ടി മേനോൻ പ്രസിഡന്റായ കാലത്ത് ഏറ്റവും അധിക കാലം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള മഹാത്മാവാണ് അദ്ദേഹം ഞങ്ങൾ ഈ കമ്മിറ്റിയിലും കലാസമിതിയിലും സ്പോർട്സ് ക്ലബ്ബിലും ഫുട്ബോളിലും ടൂർണമെൻറ്റിലും ഒക്കെ സജീവമായിട്ടുള്ള എന്നാൽ ശരി പഞ്ചായത്തിൻ്റെ ഒരു അലോട്ട്മെൻറ്റൊക്കെ ആയിട്ട് ഇവിടെ പരിപാടികളൊക്കെ പലരും നടത്തേണ്ടിയിട്ടുള്ളൂ. കലാസമിതി മുമ്പിൽ ഒരു സ്റ്റേജ്, ഓപ്പൺ എയർ ഓഡിറ്റോറിയം സ്റ്റേജ് പഞ്ചായത്തിൻ്റെ വക നിർമ്മിച്ച് കിട്ടും ചെയ്തു. ഞാൻ ആദ്യം എഴുതുന്ന കവിതകളൊക്കെ എനിക്ക് ഇടയ്ക്ക് തിരുത്തി തന്നിരുന്നു. അപ്പോഴാണ് എനിക്കറിയണേ മാഷ് കയ്യിൽ താല്പര്യമുള്ള ആളാണ് എഴുതണം. അന്നിപ്പോൾ നമുക്കറിയില്ല, നമ്മൾ ചോദിക്കൊന്നുമില്ല. 1-2 പ്രാവശ്യം എൻ്റെ ഇതങ്ങനെ വെറുതെ ബുക്കിൽ ഇങ്ങനെ എഴുതി കണ്ടപ്പോൾ അങ്ങനെ എടുത്തിട്ട് 1-2 തിരുത്തി. അപ്പോൾ എനിക്ക് തോന്നി അറിയണ ആളല്ലേ പോയി തിരുത്തുള്ളൂ, ഇങ്ങനെ ചെയ്താൽ മതിയാണ്. നമുക്ക് ഇപ്പം അത്ര പ്രായമല്ലേ ഉള്ളൂ എഴുതുമ്പോൾ. അപ്പോൾ ഉപദേശം തരുമെന്ന് എഴുതായിരുന്നു. അതേപോലെ തന്നെ ശിവരാം മാഷ്, നമ്പൂതിരി, അവരൊക്കെ കലാകാരന്മാരായിരുന്നു. ഇതൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനത്തെ ഒരു സാഹിത്യ അന്തരീക്ഷം നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞാൽ മനസ്സിലാവും സാഹിത്യകാരന്മാരെ കുറിച്ച്. മാത്രമല്ല അവരെല്ലാവരും കൂടി നമ്മളെ അലനല്ലൂർ AMLP വെച്ചിട്ട് വളരെ ഗംഭീരമായിട്ടൊരു സാഹിത്യ ഉത്സവം നടത്തണ്ടേ. വലിയ പ്രമുഖരായിട്ടുള്ള ഈ വത്സരമൊക്കെ ഞാൻ നന്നാകണ്ടുണ്ട്. കുറേ ആൾക്കാർ SK പൊറ്റേക്കാട് ഉൾപ്പെടെ വന്നിട്ട് പ്രൊഫസർ അമ്മച്ചൻ, ജി ശങ്കരക്കുറുപ്പിൻ്റെ, പിന്നെ നമ്മളെ കുട്ടേറ്റെന്ന് പറയുന്നത് നമ്മളെ കുഞ്ഞുണ്ണി മാഷ്, അങ്ങനെ കുറേ സാഹിത്യകാരന്മാരെ ഞാൻ അവിടെ നിന്ന് കേട്ടിട്ട് 3-4 ദിവസം ഗംഭീര പരിപാടി നമ്മൾ AMLP വെച്ച് നടത്തുന്നത്. അപ്പോൾ ആ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. അപ്പോൾ ആ കാലത്തുള്ള കുട്ടികൾ വരുമല്ലോ ഇതൊക്കെ കേൾക്കാനിരിക്കുകയാണ്. അപ്പോൾ ആ അങ്ങനത്തെ ഒരു അന്തരീക്ഷം അധ്യാപകർക്കും ഉണ്ടായിരുന്നു, കുട്ടികൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മാപ്പിള സ്കൂളിന്റെ ഒരു സബ് ഏജന്റ് ആയിട്ട് ഈ വായനശാല അവിടെ സെക്രട്ടറിയും പ്രവർത്തകരൊക്കെ ഞങ്ങളൊക്കെ തന്നെയാണ്. പുറമെ നാട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ, ആരും നമ്മൾ ഇറക്കി പറയുന്നില്ല. അതവിടെ ആരംഭിച്ചു. സാമൂഹ്യ നാടകങ്ങളൊക്കെ ഇങ്ങനെ കുടികുത്തി വാഴുന്ന കാലമാണ്. അന്ന് ബാക്കിയുള്ള TV ബാക്കിയുള്ള ഒന്നുമില്ലോ. ജനങ്ങൾക്ക് നേരം പോക്കിന് സാമൂഹ്യ നാടകങ്ങൾ. ആ കൊടികത്തിന് കാലത്ത് അന്ന് നാടകൃത്തുക്കളിൽ ഒരു വീഴ്ചയിട്ടുള്ള കാലമാണ്. ഒരുപാട് നാടകങ്ങൾ കലാസമിതി വായനശാല ഏറ്റെടുത്തു. പല ദിക്കിലുള്ള സ്റ്റേജും കിട്ടി. പോരാത്തതിന് കാതൽ കുഞ്ഞിപ്പ ടൂർണമെന്റ്, ഫുട്ബോൾ ടൂർണമെന്റ് അതുണ്ടാവാനുള്ള കാരണം ഇവിടെ കലാസമിതി കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് വെച്ചിട്ട് കലാസമിതി നിർമ്മിച്ചിട്ട് ഈ ടൂർണമെന്റ് 5-8 കൊല്ലം പൈസ കിട്ടിയിട്ടുണ്ടോ. അന്ന് ഹൈസ്കൂളിലൊക്കെ വാടകയ്ക്ക് കിട്ടും. തൃശ്ശൂരിൽ ചെറിയ സംഖ്യ അടച്ചാൽ മതി ആ ടിക്കറ്റൊക്കെ വെച്ചിട്ട്. അങ്ങനെ ആ ടൂർണമെന്റിൽ നല്ല പേര് അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം ഉണ്ടാക്കിയത്. അപ്പൊ ഈ അലനല്ലൂരത്തെ മാഷന്മാരും ഈ സ്ഥാപനങ്ങളും തമ്മിലുള്ളൊരു ബന്ധം. അപ്പൊ അലനല്ലൂർ എന്തുണ്ടെങ്കിൽ നല്ലതിനാണെങ്കിൽ ചീത്തയാണെങ്കിൽ മാപ്പിളക്കുള്ള മാഷന്മാരുണ്ടാവും എന്നുള്ളൊരു സൽപ്പേരോ റുപ്പേരോ അന്നുണ്ടായി. അങ്ങനെ അലനല്ലൂരിന്റെ ഐഡന്റിറ്റി ആയിട്ട് ഈ മാപ്പിള സ്കൂൾ അവിടുത്തെ അന്നത്തെ ഒരേ ഏജ് ഗ്രൂപ്പിന്റെ അധ്യാപകരുണ്ടായതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഇതേ ഭാഗത്ത് ഈ സ്കൂളൊരു തീരപുണ്യമായി മാറാനുള്ള കാരണം. സ്കൂളിലെ അധ്യാപകർ തമ്മിലുള്ള അനൗപചാരിക ബന്ധം വിദ്യാലയ പ്രവർത്തനങ്ങളെയും സ്റ്റാഫ് റൂമിനെയും സർഗാത്മകമാക്കി. പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ, സൗഹൃദം, തമാശ രൂപേണയുള്ള വിമർശനങ്ങൾ എന്നിവയെല്ലാം മാപ്പിള സ്കൂളിലെ സ്റ്റാഫ് റൂമിനെ രസകരമാക്കിയിരുന്നു. ഈ ഊർജം ക്ലാസ് മുറികളിലേക്കും നിറഞ്ഞൊഴുകി. എനിക്കുള്ള വലിയൊരു കോൺഫിഡൻസ് എൻ്റെ സഹപ്രവർത്തകരായിരുന്നു. ഒക്കെ ഞാൻ പറഞ്ഞാൽ കേൾക്കണ കുട്ടികളാണെന്നുള്ളൊരു ആത്മധൈര്യം എനിക്കുണ്ടായിരുന്നു. സുദർശനൻ, അഷറഫ്, ഇവരൊക്കെ ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ്. ഷഹർബാൻ, പിന്നെ റഷീദ് മാഷാണ് സീനിയർ ആയിട്ടുള്ള ആൾ, നിർമ്മല ടീച്ചർ, അവരൊക്കെ നല്ല സഹായിക്കുന്ന ആൾക്കാരാണ്. റഷീദ് എല്ലാ കാര്യത്തിലും, സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കഞ്ഞിയുടെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനും അതിൻ്റെ ഓഫീസിൽ പോകാനും അതിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാനൊക്കെ മാഷന് എന്നെ ബുദ്ധിമുട്ടിച്ചായിരുന്നു. ടീച്ചർ പറഞ്ഞാൽ ഞാൻ പോയി ശരിയാക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു സ്കൂൾ കൊണ്ടു കൊടുക്കാനൊന്നും ഒരിക്കലും കഴിയില്ല. പക്ഷെ ഒരു രസമായിരുന്നു. മാഷന്മാരായിട്ടല്ല അവർ പെരുമാറിയിരുന്നത്. ഒരു വീട്ടിലത്തെ നമ്മളെ അങ്ങളമംഗളം പങ്ങന്മാരില്ലേ, അതുപോലത്തെ ഒരു പെരുമാറ്റമായിരുന്നു. ഒരു സുഖമായിരുന്നു. എന്തിനും നമുക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം, എന്തിനും ഉത്തരമുണ്ട്. പക്ഷേ ഒരു മാഷാണോ ടീച്ചറാണോ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ഒരു വീട്ടിൽ എങ്ങനെയാണോ കഴിയുന്നത് ആങ്ങളമാരായിട്ട് അങ്ങനെ കഴിഞ്ഞത് അത്ര നല്ല രസമായിരുന്നു എനിക്ക് സ്കൂൾ. ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം കുടുംബത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു സ്കൂൾ.
സത്യം പറയാൻ കിടുകിടേന്ന് അവർക്ക് എൻ്റെ അച്ഛനോളം പ്രായം നടന്നത് 7 മാസം 7 മാസം. എല്ലാവർക്കും 7 മാസം വരുമ്പോൾ മറ്റുള്ളവർ നിൽക്കുക വേണ്ടത്. എനിക്ക് അങ്ങനെ അതുകൊണ്ടാണ് എൻ്റെയൊക്കെ കാരണന്മാരെ സഹായിച്ചവരൊക്കെ അവരൊക്കെ ചേട്ടന്മാർ കാരണന്മാർ. എങ്കിലും അവരുടെ ഇടയിൽ അവരുടെ സഹായത്തോടും അനുഭവത്തോടു കൂടി സുഖമായിട്ട് സർവീസ്. അത് നമ്പൂരി മാഷ് പറഞ്ഞ പോലെ തന്നെയായിരുന്നു. ഞാനും ഓഫീസ് റൂമിലേക്ക് പോയിരുന്നില്ല. അവിടേക്ക് പോവാതിരിക്കാൻ കാരണം തന്നെയാണ് എന്നെ പഠിപ്പിച്ച നമ്പൂരി മാഷ് അവിടെ ഉണ്ട്, ഗോപി മാഷുണ്ട്, അമ്പുജാഷ് ടീച്ചറുണ്ട്, പിന്നെ സൈനബ ടീച്ചറുണ്ട്, റഷീദ് മാഷും എന്നെ ഒരു കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 5 പേരും എന്നെ പഠിപ്പിച്ചവരാണ് ആ സ്റ്റാഫ് റൂമിൽ. പിന്നെ ജ്യേഷ്ഠന്മാരെ പോലുള്ള രാമദാസും ദാസമാഷും വേണുമാഷും. ഞാനാണെങ്കിൽ 18 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ക്ലാസ് കഴിഞ്ഞാൽ സുധീഷിന് ഓർമ്മ ഉണ്ടാവും, ഞാൻ ക്ലാസ്സിൽ തന്നെ ഇരിക്കും. അന്നത്തെ ആ പൊട്ട മേശയിൽ തലയും വെച്ചിട്ട് അങ്ങനെ ഇരിക്കും. കുട്ടികളൊക്കെ പാടെ വന്നിട്ട് മേൽ കൂടെ കയറിയിട്ട് തലയിലത്തെ അന്നും എനിക്ക് 18 വയസ്സായപ്പോൾ തന്നെ ഓരോ രോഗം തലയിലും നരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടികളൊക്കെ പാടെ വന്നിട്ട് അതേ എവിടെ നോക്കിയിട്ട് ഇങ്ങനെ പറിച്ചു തരും. ഒരു ദിവസം പശുപതിനാഥന മറ്റോ AEO ആകുമ്പോഴാണ് ക്ലാസ് വിസിറ്റിന് വന്ന് AEO വരുമ്പോൾ അതിൻ്റെ ഒപ്പം ഹെഡ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് പോകേണ്ടതാണ്. മൂപ്പര് എല്ലാ ക്ലാസ്സിലും വരും. ബാക്കി ക്ലാസ്സിലൊക്കെ വന്ന് നോക്കിയിട്ട് ഞാനന്ന് 3-ാം ക്ലാസ്സിലാണ്. 3-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഈ ഇൻ്റർവെൽ സമയം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ഈ കുട്ടികളൊക്കെ പാടെ മേശയുടെ മുകളിൽ കൂടെ എൻ്റെ തലയിൽ കൂടെ കയറി കിടക്കുന്നുണ്ട്. മാഷ് വന്നു, അങ്ങനെ ഉള്ളിൽ കയറി. അവിടെ മാഷയൊന്നും കാണാനില്ല എന്നിട്ട് തിരിച്ച് ഓഫീസ് റൂമിൽ പോയിട്ട് നമ്പൂരി മാഷോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, ആ ക്ലാസ്സിൽ ആളില്ല, ആരാണ് അവിടുത്തെ മാഷ്. അപ്പോൾ നമ്പൂരി മാഷ് അന്വേഷിക്കാൻ വന്നു. അപ്പോൾ ക്ലാസ്സിൽ മാഷുണ്ട്, ഞാൻ ഈ കസേരയിൽ ഇരിക്കുകയാണ്, കുട്ടികളിൻ്റെ മേലെ കൂടെ കയറി, എന്നെ കാണാനില്ല. എന്നിട്ട് നമ്പൂരി മാഷ് കൊടുത്ത് കാണിച്ചത് ഇതാണ് ഇവിടുത്തെ മാഷ്. അപ്പോൾ ഞാൻ 18 വയസ്സുള്ള കണ്ട മാഷാന്ന് തോന്നില്ല, കുട്ടികളുടെ ഞാനും. അങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള എനിക്ക് നമ്പൂരി മാഷ് പറഞ്ഞ പോലെ തന്നെ ഓഫീസിലേക്ക് പോകാൻ ആദ്യത്തെ 2-3 കൊല്ലം പറ്റിയിട്ടില്ല. കാരണം ഇവരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോവില്ല. ഞാൻ അത്യാവശ്യം നമ്പൂരി മാഷ് പിടിപ്പിച്ചാൽ മാത്രമേ അങ്ങോട്ട് പോകും. അപ്പോഴും ഇടയ്ക്ക് പിന്നെ ഇവരെ ക്ലാസ്സിൽ പോയിട്ടാണ്, അമ്പുജാഷ് ടീച്ചറും സീനമ ടീച്ചറും ഇരിക്കുന്ന ക്ലാസ്സിൽ പോയിട്ടാണ് ഞാൻ അവരൊപ്പം കൂടുതലാണ്. കാരണം അതങ്ങനെ ഒരു ബന്ധമാണ്. ശബ്ദ സൗകുമാര്യത്തോടു കൂടിയുള്ള ഗോപി മാഷുടെ 4-ാം ക്ലാസ്സിലെ മലയാളം കവിതാ ക്ലാസ്സുകൾ മറ്റു ക്ലാസ്സിലെ കുട്ടികളെപ്പോലും അവിടേക്ക് ആകർഷിക്കുന്നതായിരുന്നു. എല്ലാ മാസത്തിലും ഒന്നെന്ന തരത്തിൽ അദ്ദേഹം സംഘടിപ്പിച്ചിരുന്ന സാഹിത്യ സമാജങ്ങൾ കുട്ടികളിൽ നിന്ന് ഒട്ടേറെ പ്രതിഭകളെ കണ്ടെത്താൻ സഹായിച്ചു. നമ്പൂതിരി മാസ്റ്റർക്ക് ശേഷം മാപ്പിള സ്കൂളിനെ നയിച്ചതും അദ്ദേഹമായിരുന്നു. തോമസ് മാസ്റ്റർ കഥ പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് മറ്റേ ചോക്ക ചെറിയ പുട്ടാക്കിയിട്ട് അതൊരു ഗുളികയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കഴിച്ചാൽ കഥ പറയാൻ പറ്റുന്ന മാഷ ആദ്യം അത് കഴിക്കണമായിരിക്കണം. എന്നിട്ടാണ് കഥ പറയുക. ഇത് കഥ പറയാനുള്ള ഗുളികയാണ് എന്നിട്ട് മാഷ് കഴിക്കണമായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മാഷ് ഇരുന്ന് കഥ പറയും. സത്യത്തിൽ അന്ന് ഇത്തരം രീതികളെ കുറിച്ചുള്ള ഒരു ചർച്ചയൊന്നും അക്കാഡമിക്കായിട്ട് നടക്കുന്നില്ല. പക്ഷെ അന്ന് തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ മാഷാണെങ്കിലും അത് ഈ സയൻസില് മാഷ അറബി മാഷാണെന്ന് സത്യത്തിൽ എനിക്ക് അന്ന് അറിയില്ല. ഞാൻ 4-ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്റെ ധാരണ അറബി മാഷാണെന്നില്ല. അത് അങ്ങനെ വരാൻ കാരണം നമ്പൂരി മാഷ് കണക്കെടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്ത് 4-ാം ക്ലാസ്സിലെ സയൻസ് എടുത്തു, ഞാൻ കണക്കെടുത്തോളാം. അങ്ങനെയാണ് അത് ഏറ്റെടുക്കാനുള്ള കാരണം. അത് കൃത്യമായി മാഷ് എടുക്കുമ്പോൾ പിന്നെ കൃത്യമായിട്ട് ആ പരീക്ഷണങ്ങളൊക്കെ ക്ലാസ്സുകളിൽ പരമാവധി കൊണ്ടുപോയിട്ട് ഇപ്പോൾ മണ്ണൊലിപ്പൊക്കെ അതിപ്പോ എനിക്ക് ഓർമ്മയുണ്ട്. മണ്ണൊലിപ്പ് എന്ന് പറയുന്ന ഒരു പാഠഭാഗം പ്ലാസ്റ്റിക്കിന്റെ മറ്റേ ചളിയൊക്കെ താഴത്ത് പോയിട്ട് മണ്ണൊക്കെ കൊണ്ടുവന്ന് മറ്റേ വെള്ളം ഒലിച്ചു ഇങ്ങനെ വളരെ ചൈൽഡ് സെന്റർഡ് ആയിട്ടുള്ള മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രീതി. അതുപോലെ അംസമാഷം ഒരു പീച്ചാമ്പഴൊക്കെ ഇട്ട് വന്നിട്ടാണ് ക്ലാസ്. അത് രസമുള്ള ഓർമ്മ എടുക്കുന്ന കിട്ടുക അല്ലേ? ആ പദ്യം അന്ന് എന്നാ ഇതുപോലുള്ള പാഠ്യപദ്ധതി ടീച്ചർ പറഞ്ഞ മാതിരി അടിച്ചു പഠിപ്പിക്കാം എന്നൊരു ധാരണയുള്ള കാലത്ത് ഹംസമാഷ് ക്ലാസ്സിലേക്ക് വരിക. പിന്നെ ഒരു മലയാളം കവിത ഉണ്ട്, ആകാശത്ത് മഴ പെയ്യുന്നത് ദൈവം പീച്ചാങ്കുഴൽ ഊതുന്നതാ. പീച്ചാങ്കുഴൽ എന്ന് പറഞ്ഞാൽ വെള്ളം പീച്ചുന്ന ഒരു പോലുണ്ടാവും, അത് ഉപയോഗിക്കുന്നതാണോ എന്ന് സങ്കല്പിക്കുന്ന ഒരു കവിത ഉണ്ട്. അതെടുക്കാൻ മാഷ് വരെ ഒരു പീച്ചാങ്കുഴൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് ആദ്യം വെള്ളം നിറച്ചിട്ട് ക്ലാസ്സിലാണ് വന്നിട്ട് ഒറ്റ പീച്ചിലാണ്. എന്നിട്ടാണ് പിന്നെ ഈ കവിത അവതരിപ്പിക്കുക. അതുകൊണ്ട് അന്ന് 2-ാം ക്ലാസ്സിൽ ആ കവിത എപ്പോഴും നമ്മൾ ഉള്ള കാലത്തോളം ഓർമ്മ ഉണ്ടാവും. അങ്ങനെയുള്ള വ്യത്യസ്തതകളുള്ള കുറെ ആളുകൾ ആ ടീമിലുണ്ടായിരുന്നു. 2004 ശേഷം പഴയ പ്രതാപത്തിൽ നിന്നുള്ള തിരിഞ്ഞു നടത്തം വിദ്യാലയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വിഷമമുണ്ടാക്കി. തുടർച്ചയായി കുറഞ്ഞു വരുന്ന കുട്ടികളുടെ അഡ്മിഷൻ, ഡിവിഷൻ ഫാളുകൾ എന്നിവ അലനല്ലൂരിലെ പൊതുസമൂഹത്തെ അലട്ടിയ കാലമാണിത്. അടച്ചുപൂട്ടലിന്റെ ഭീതി എങ്ങും നിഴലിച്ചിരുന്നു. ഞാൻ റിട്ടയർ പോയതിനു ശേഷം ഹെഡ് മാസ്റ്റർമാർ പിന്നെ കുറച്ച് കാലങ്ങൾ കുറച്ചായിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് എന്തൊക്കെയോ കാരണം അതിനുള്ള ഞാൻ അതിനെ പരിശോധിക്കുന്നില്ല.
സ്കാൻ ചെയ്യണമൊന്നുമില്ല. പക്ഷേ അയാൾ ദുഃഖിതനായിരുന്നു. കാരണം വിദ്യാർത്ഥികൾ അവിടെ നിന്ന് കൊഴിഞ്ഞു പോവുക, അണ്ണക്കണമൊക്കെ ആയിട്ടുള്ള ഭാഗത്ത് കയറ്റുക. മാനേജ്മെൻറ്റ് തന്നെ ആ സ്ഥലം ഇദ്ദേഹത്തിൻ്റെ അതിലൂടെ കണ്ണായ ഭാഗത്താണ്. ഇതിനേക്കാൾ സാമ്പത്തിക നേട്ടം ബാക്കിയുള്ള ബിസിനസ് ലൈനിലാണെന്നുള്ളൊരു മനോഭാവക്കാരായി മാറി. ഇതിൻ്റെ ഒക്കെ പേരിൽ സ്കൂളിൽ ശ്രദ്ധിക്കാതെയായി അതിന് നാശത്തിൻ്റെ വക്കത്തിലെത്തിയ ആ സന്ദർഭത്തിൽ വളരെയധികം ദുഃഖിതനായിരുന്നു. ഞാൻ ഇരിക്കുമ്പോൾ എന്നെ ഞാനാക്കിയിട്ടുള്ള സ്ഥാപനം നശിച്ചു പോകുന്ന താണ്ടി വരുമോ തരാമെന്നുള്ളൊരു ദുഃഖമുണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു ആ കാലത്തെ. അത് ആ കാലത്ത് കേരളത്തിൽ തന്നെ ഒരു വിദ്യാഭ്യാസത്തിൽ രംഗത്തുണ്ടായ വലിയൊരു മാറ്റങ്ങളായിരുന്നു. ഇംഗ്ലീഷ് മീഡിയങ്ങൾ ധാരാളം സ്കൂളുകൾ വന്നു. അപ്പോൾ രക്ഷിതാക്കൾക്കും തന്നെ എല്ലാം ഇംഗ്ലീഷ് മീഡിയങ്ങൾ എന്തോ വലിയ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടു ചേർക്കുക, അധ്യാപകരടക്കം കൊണ്ടു ചേർക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ആ സ്കൂളിൽ. കേരളത്തിലെ മിക്ക പൊതുവിദ്യാലയങ്ങൾക്കും അനുഭവപ്പെട്ട ഒരു ക്ഷീണം KMLPG ഉണ്ടായി. അതിൽ വളരെ വിഷമമുണ്ടായിരുന്നു. കാരണം നമ്മൾ വരുന്ന സമയത്ത് എല്ലാ ഡിവിഷനും 3 ഇതുണ്ടായിരുന്നു, ഓരോ ക്ലാസ്സും. അത് പിന്നെ കുറഞ്ഞ് അതിലുള്ള അധ്യാപകർ പുറത്തു പോകുന്നതും അതുപോലെ തന്നെ ക്ലാസ്സില്ലാതെ പിന്നെ പല പ്രചരണങ്ങളും മറ്റൊക്കെ നടത്തിയിട്ട് നമ്മളെ സ്കൂളിൻ്റെ പിന്നെ പേരും പ്രശസ്തിയും ഇല്ലാതാക്കാവുന്നൊരു സന്ദർഭം വന്ന് ക്ലാസ്സുകളൊക്കെ പിന്നെ ചുരുങ്ങി, ക്ലാസ് ചുരുങ്ങല്ല, ഡിവിഷൻ ചുരുങ്ങി, കുട്ടികൾ പോയി. ഇതിൽ നല്ല വിഷമമായിരുന്നു. കാരണം ഓരോ വർഷവും ഡിവിഷൻ കുറഞ്ഞു വരിക, കൂടുതലുള്ള ആളുകൾക്ക് ജോലി ഇല്ലാതെയാകുന്ന അവസ്ഥ. പിന്നെ അത് കൂടുതൽ ബാധിക്കായിരുന്നു വെച്ചാൽ ഓരോരുത്തർ റിട്ടയർ ചെയ്യായിരുന്നു. അതുകൊണ്ട് അതിലങ്ങനെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് നിലനിർത്തി ഇങ്ങനെ പോകുന്നിരുന്നു. സത്യത്തിലൊരു വേദനാജനകമായിട്ടുള്ളൊരു കാലഘട്ടം തന്നെയാണത്. കാരണം ഞാൻ വന്ന വർഷത്തിൽ ആണോ അതിൻ്റെ 82-ലോ 53-ലോ ആണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എല്ലാ ഡിവിഷനും 1 മുതൽ 4 വരെ 3 ഡിവിഷൻ ഉണ്ടായിരുന്നു. 2 അറബിക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഡിക്ലൈൻ ആയിട്ട് വളരെ ഒരു ശോചനീയാവസ്ഥയിലേക്ക് മാറി പല ഘടകങ്ങളുണ്ട്. ഈ ഒരു പ്രശ്നം നമ്മളെ സ്കൂളിൽ മാത്രമല്ല, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടുള്ള ഒരു തരം വിരക്തി, ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളെ ചേർക്കണം എന്നൊരു വല്ലാത്ത താല്പര്യം, അതിൻ്റെയൊക്കെ ഭാഗമായി സംഭവിച്ച, പിന്നെ നമുക്ക് പ്രത്യേകമായി സംഭവിച്ച കുറേ, നമ്മൾ തന്നെ വിലയിരുത്തിയ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, സത്യത്തിൽ മറ്റു പല വിദ്യാലയങ്ങളും നടക്കാത്ത തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനം നടന്നൊരു വിദ്യാലയം നമ്മളതായിരുന്നു. പക്ഷെ ഈ നടക്കുന്ന കാര്യങ്ങളെ ആളുകൾക്കിടയിൽ അങ്ങനെ അറിയിക്കാനും പരസ്യം കൊടുക്കാനും പ്രചരണം കൊടുക്കാനും വലിയൊരു വീഴ്ച നമുക്ക് സംഭവിച്ചു. നമ്മൾ തന്നെ വിലയിരുത്തിയതാണ്. നടന്ന കാര്യങ്ങളൊന്നും നമ്മൾ ആളോട് പറഞ്ഞിരുന്നില്ല. എന്നാൽ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യവും നാട്ടിലാകെ പ്രചരണം നടത്തുന്നു. ഈ ഒരു സാഹചര്യം വല്ലാതെ പ്രയാസം ഉണ്ടാക്കിയ ഒരു കാലം. അങ്ങനത്തെ ആ ഒരു കാലഘട്ടം ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ടും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതോടുകൂടി മൊത്തത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ കൊഴിഞ്ഞുപോക്ക് ധാരാളമുണ്ടായി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ വിദ്യാലയത്തിലും കുട്ടികൾ കുറഞ്ഞു വന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ 2014 ഞാൻ ഹെഡ് മാസ്റ്ററായി ഏറ്റെടുക്കുമ്പോൾ 62-63 കുട്ടികളുണ്ട്. അന്ന് 60 കുട്ടികൾ താഴെ വന്നാൽ അൺഎക്കണോമിക് സ്കൂളാണ്. അന്നത്തെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഒരു AO, ഞാൻ ഹെഡ് മാസ്റ്ററായി ചാർജ് എടുത്തിട്ട് ആദ്യത്തെ യോഗത്തിൽ ചെന്നപ്പോൾ AO നമ്മളെ മണ്ണാർക്കാട് ജില്ലയിലെ 2-3 സ്കൂളുകളെ സൂചിപ്പിച്ചു. അന്ന് എന്നോട് ചോദിച്ചതാണ് ആ യോഗത്തിൽ, പക്ഷേ 60 താഴെ വന്ന അൺഎക്കണോമിക് സ്കൂളാവും, സ്കൂൾ കൂട്ടേണ്ടി വരും. അപ്പം ഞാൻ അന്ന് ഒരു കാര്യം ഉറപ്പ് കൊടുത്തത്, ഒരു കാര്യത്തിൽ സംശയിക്കേണ്ട, അടുത്ത വർഷം നമ്മൾക്ക് ഞങ്ങളൊരു 70-75 കുട്ടികളാക്കും എന്നിരിക്കും. തിരിച്ചുവരവിന്റെ അതിജീവനൌഷധം വിദ്യാലയം സേവിച്ചതും അതിനെ സ്നേഹിക്കുന്ന പൊതുസമൂഹത്തിൽ നിന്നാണ്. പൂർവ്വ വിദ്യാർത്ഥികൾ, പഴയ അധ്യാപകർ, നാട്ടുകാർ എന്നിവരുടെ എല്ലാം സഹായത്തിലും പിൻബലത്തിലും സ്വന്തം ചാരത്തിൽ നിന്ന് ഉയർത്തെണീറ്റ ചരിത്രമാണ് മാപ്പിള സ്കൂളിന് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ സ്കൂളിൽ വന്നിട്ട് നമ്മൾ എല്ലാവരും അധ്യാപകരും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിട്ട് കുറെ കാര്യങ്ങൾ ആലോചിച്ചു. അതിന്റെ ഭാഗമായി അന്നത്തെ 2ാം ക്ലാസ്സിലെ കുട്ടികളെ 8 കുട്ടികളാണെന്ന് എൻ്റെ ഓർമ്മ. ആ 8 കുട്ടികളുടെ രക്ഷിതാക്കളെ നമ്മൾ പ്രത്യേകം വിളിച്ചു. എൻ്റെ മകനുൾപ്പെടെയുള്ള അത് വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു. ആ രക്ഷിതാക്കളാണ് സത്യത്തിൽ ആ സ്കൂള് നമുക്ക് നിലനിർത്തുന്നത്. അവര് ആ കുട്ടികളടക്കം ഞങ്ങൾ പോവുകയാണെങ്കിൽ കുട്ടികൾ കളിക്കാനല്ല, വളരെ കമ്മിയാണ് കുട്ടികളെന്ന് പറഞ്ഞപ്പോൾ ആ രക്ഷിതാക്കളെ നമ്മൾ കാര്യം വിളിച്ചിരുത്തി. അത് എന്നെ സംബന്ധിച്ചോളം അതിൽ ഏറ്റവും നല്ലത് അന്നത്തെ അധ്യാപകരെ, സുദർശൻ ഉൾപ്പെടെയുള്ള മറ്റുള്ള അധ്യാപകരെല്ലാവരും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് അവിടെ കഴിയും. നമ്മൾ ആ രക്ഷിതാക്കൾക്ക് വിളിച്ചിരുത്തി നല്ല വിദ്യാഭ്യാസം കൊടുക്കാം. അവർക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ നമ്മൾ പുസ്തകം പെട്ടെന്ന് നമ്മൾ പുറത്തു പോയി പുസ്തകം വാങ്ങിക്കൊണ്ടുവരണം, അവർക്ക് പ്രത്യേക കോച്ചിങ് കൊടുത്ത് ആ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടു നടന്നപ്പോൾ ആ രക്ഷിതാക്കൾ നമ്മളെ കൂടെ നിന്നു. അതാണ് ഏറ്റവും വലിയൊരു വിജയം. ആ 2014 ശേഷം അത്തരം ഒരു ആലോചന നടത്താൻ വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. വേണുമാഷ് ഹെഡ് മാസ്റ്റർ ആയതിനു ശേഷം
മാഷ് അത് അക്കാര്യത്തിൽ ഞാനും പ്രകാശനും ഉൾപ്പെടെയുള്ള തൻ്റെ ജൂനിയേഴ്സിന് ഈ നല്ല കാര്യം സ്കൂളിന് വേണ്ടി ചെയ്യാൻ, ഏത് കാര്യം ചെയ്യാനുള്ള ഒരു വല്ലാത്ത ബ്ലാങ്ക് ചെക്കാണ് നമുക്ക് തന്നത്. ഒരു കാര്യത്തിൽ ഹെഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക് നമ്മളെ നിയന്ത്രിക്കാനോ മാഷുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വേണം കാര്യങ്ങളെന്ന് പോലും നിർബന്ധിക്കാനോ, നല്ല കാര്യം സ്കൂളിന് വേണ്ടി ആര് ചെയ്താലും അതിനെ അംഗീകരിക്കാനുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. അത് നമുക്കൊക്കെ വലിയ സ്വാതന്ത്ര്യമാണ് 4 കൊല്ലം തന്നിട്ടുള്ളത്. ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യല്ല നമ്മൾ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ ചെയ്തത്. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തി നല്ല പുതിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക. ഗവർണർ PTA ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, തെരുവ് PTA നമ്മൾ ആ കാലത്താണ് നടത്തിയത്, മികവുത്സവങ്ങൾ നടത്തുക. അങ്ങനെ ആളുകൾക്കിടയിൽ നമ്മുടെ പഠന പ്രവർത്തനങ്ങളെ എത്തിക്കുകയും അലനല്ലൂർ AMLP സ്കൂളിൽ, മാപ്പിള സ്കൂളിൽ നടക്കുന്നത് എന്താണ് എന്ന് മറ്റാരും അറിയാതെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യം ആ കാലത്ത് നമ്മൾ. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ തന്നെ സ്റ്റാഫ് കൂടിയിരുന്നു, ഇനി എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച സ്കൂൾ നമുക്ക് മേടിക്കാം, എന്നാൽ കൊണ്ടുനടക്കാം. 2017 ഒക്ടോബർ മാസത്തിലാണ് എൻ്റെ ഓർമ്മ, ആദ്യമായി ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂളിൽ വെച്ച് നടത്തി. നമ്മുടെ MLA ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്ത, നമ്പൂരി മാഷൊക്കെ പങ്കെടുത്ത വിപുലമായ അതിന്റെ ആദ്യത്തെ യോഗം സ്കൂളിന്റെ ഹാളിനകത്ത് വെച്ച് നടത്തി. ആ യോഗത്തിൽ വെച്ച് ഒരു ചർച്ച നടന്ന് ഇവരുടെയൊക്കെ സഹകരണം ഉണ്ടാകുക. നമുക്ക് വിളിച്ചാൽ ആള് വരുമെന്നുള്ള സംശയം നമുക്കുണ്ടായിരുന്നു. വിളിച്ചാൽ ആള് വരും എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അത് നമ്മളെ മഹത്വമല്ല, ഈ മാപ്പിള സ്കൂൾ എന്ന് പറയുന്ന ഒരു വികാരമാണ്, ആളുകളുടെ ഒരു വികാരം. അതിന്റെ ഭാഗമായിട്ട് ആളുകൾ വന്നു. അതിന്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ വീണ്ടും രക്ഷിതാക്കളെ കൊന്നമരച്ചോട്ടിൽ ഒന്നിച്ചിരിക്കാം എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ച് 2017 ഏപ്രിൽ മാസത്തിൽ ഇവിടെ ഈ അസംബ്ലി നടക്കുന്ന സ്ഥലത്ത്, കൊന്നമരച്ചോട് എന്ന് പറഞ്ഞാൽ പഴയ മാപ്പിള സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, ഒരു കൊന്നമര ഇവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ അസംബ്ലികൾ നടത്തിയത്. ആ സ്ഥലത്ത് വെച്ച് ഒരു യോഗം നടത്താൻ തീരുമാനിച്ച് വിപുലമായ പ്രചരണം കൊടുത്തു, ആളുകളെ വിളിച്ചു ചേർത്തു. അവിടെ യോഗം നടത്തിയപ്പോൾ നമ്പൂരി മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. ഈ പ്രായം ചെന്ന അലനല്ലൂരിലെ ഒരു പ്രധാനപ്പെട്ട പ്രായമുള്ള 50 വയസ്സിന്റെ മുകളിലുള്ള എല്ലാ ആളുകളും വന്ന് മാപ്പിള സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അവരെല്ലാവരും ഇവിടെ കൃത്യമായിട്ട് വന്നിരിക്കുന്നു. നമ്പൂരി മാഷ് യോഗത്തിൽ പങ്കെടുക്കുന്നു. നമ്പൂരി മാഷ് അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ആളുകളെ നോക്കിയിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ മാഷ് ചോദിച്ചു, എന്റെ മുമ്പിലിരിക്കുന്ന ഈ തലയെക്കെട്ടുകാരൊക്കെ പാടപ്പെടെ ഉണ്ടായിട്ടാണ് ഈ സ്കൂൾ ഇങ്ങനെ കിടക്കുന്നത് എന്നൊരു വല്ലാത്ത, അത് പിന്നെ ഹൃദയത്തിനകത്തേക്ക് കൊടുക്കുന്നൊരു ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനെ തുടർന്നൊരു ചർച്ച നമ്മളെ ആളുകൾക്കിടയിൽ നടന്നു. ആ നടത്തത്തിൽ പലരും പറഞ്ഞു ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ആലോചനയാണ് അവിടെ വന്നത്. നമ്മുടെ വിദ്യാലയം നമ്മളൊക്കെ പാടെ കൂടി നേരെയാക്കാൻ തീരുമാനിച്ചാൽ അതിന് അനുവാദം തരുമോ, അതിനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് മാനേജരോട് ചോദിക്കുക. അന്ന് മൂസാക്കിയാണ് നമ്മുടെ മാനേജർ. ചോദിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ, അങ്ങനെയാണ് ഒരു കമ്മിറ്റി രൂപപ്പെടുന്നത്. സത്യത്തിൽ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായ ചിന്തയല്ല. ഞാൻ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് നമ്മുടെ സ്കൂളിലെ അറബിക് അധ്യാപകനായിട്ടുള്ള നൗഷാദിനാണ്. നൗഷാദാണ് ഒരു തവണ ഓഫീസിനകത്തിരുന്ന് നമ്മൾ ഈ ദുര്യോഗം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നൗഷാദ് പറയണത്, മാഷങ്ങളൊക്കെ പാടെ ശ്രമിച്ചാൽ നടക്കും. അപ്പൊ ഞാൻ എങ്ങനെ നടക്കും, ശ്രമിക്കാനായിട്ടല്ലോ, നടക്കുന്നില്ല, എങ്ങനെ നടക്കും? അപ്പൊ നൗഷാദാണ് പറയണത്, ആളുകളൊക്കെ പാടെ കൂടിയിട്ട് ഈ സാധനം നാട്ടുകാരുടെ സാധനമായിട്ട് വാങ്ങിക്കൂടെ ഇങ്ങനെ. പക്ഷെ നൗഷാദിന്റെ ഈ ചോദ്യം ആണ് ഇതിന്റെ ഒരു സ്പാർക്ക് നമുക്ക് ഉണ്ടാക്കി. ഞാൻ ഈ യോഗത്തിൽ നമ്പൂരി മാഷ് ഇത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് മാഷോട് പറഞ്ഞിരുന്നു, നൗഷാദ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ പറഞ്ഞിട്ടുണ്ട്, പറ്റുമെങ്കിൽ ഇവരിത് ഏറ്റെടുക്കുമെന്ന് മാഷ്ക്കൊന്ന് നോക്കാം, അതിനുവേണ്ടി മാഷൊന്ന് ശ്രമിക്കണം എന്ന് മാഷോട് പറഞ്ഞു. ആ അർത്ഥത്തിലാണ് മാഷ് ഈ കാര്യം അവതരിപ്പിച്ചത്. ആ കൂടിയ ആളുകൾ അതിന്റെ പ്ലസ് ഏറ്റെടുക്കുകയും മാനേജറോട് സംസാരിക്കാൻ ഒരു കമ്മിറ്റി അന്നത്തെ യോഗത്തിൽ വെച്ച് തന്നെ ഉണ്ടാക്കുകയും. അതിന് ഇപ്പൊ ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ കീഴത്ത് അബ്ദുറഹ്മാനാണ്. മുഹമ്മദ് അബ്ദുറഹ്മാനാണ് അതിന്റെ ചെയർമാനായി പ്രസിഡന്റായിട്ടൊരു സംഘം രൂപീകരിച്ചത്. എനിക്ക് തോന്നുന്നത് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി രണ്ടാമത്തൊരു നേട്ടം കൂടി നമ്മൾ നേടിയത്, ഇതുപോലൊരു മാനേജ്മെന്റ് സ്കൂള് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഏറ്റെടുത്ത് പുനരുദ്ധരിക്കുകയും റിവൈവൽ നടത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ചരിത്രം കേരളത്തിൽ വേറെ എവിടെയും ഉണ്ടായിട്ടില്ല എന്നുകൂടി. ഞാനിതൊക്കെ എവിടെയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിലില്ല എന്നാണ്. ഉണ്ടെങ്കിൽ അത് ഇത് കാണുന്ന ആളുകളൊക്കെ പറയുമ്പോൾ നമുക്ക് തിരുത്താൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെ ഒരു അനുഭവം വേറെ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ ട്രസ്റ്റ് ഏറ്റെടുത്തതിന് ശേഷം സ്കൂളിന് നല്ല നിലവാരമായി, പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നു. അപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി അലനല്ലൂരിൻ്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുകയാണ് നമ്മൾ AMLP. അന്നുണ്ടായിരുന്ന ആ ബിൽഡിങ്ങുകളൊക്കെ മാറ്റി പുതിയ ബിൽഡിങ് ഉണ്ടാക്കിയതും അതുപോലെ തന്നെയുള്ള ബിൽഡിങ്ങുകളുടെ റിപ്പയറൊക്കെ നടത്തി. പിന്നെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും, ആദ്യത്തിലേറെ സൗകര്യങ്ങളുണ്ട്. അന്ന് ഒരു കുട്ടിക്ക് ഒരു ടോയ്ലറ്റ് ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ടോയ്ലറ്റും
പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യവും ലൈറ്റും അതുപോലെ തന്നെ ഫാനും എല്ലാ സൗകര്യവും ഉണ്ടായതുകൊണ്ട് കുട്ടികൾക്കും തന്നെ സ്കൂളിന് മറ്റുള്ള രക്ഷിതാക്കൾക്കും തന്നെ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിച്ചതിലേറെ വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. ഇപ്പോൾ നല്ല വിദ്യാർത്ഥികളായി നല്ല സൗകര്യങ്ങളായി എല്ലാ നിലയ്ക്കും നല്ലൊരു പ്രസിഡന്റ് കീഴിൽ നല്ലൊരു വിദ്യാലയ സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ സന്തോഷമുണ്ട്. അതായിരിക്കും എന്തോ ഈശ്വരകാര്യം കൊണ്ട് ആളുടെ പേരിൽ തന്നെ പറയുകയാണ് സുദർശൻ അവിടുത്തെ പ്രധാനാധ്യാപകനായിട്ട് അവരോധിക്കപ്പെട്ടു. അതിൻ്റെ മുമ്പ് തുടങ്ങിയതിൻ്റെ നാശം. സുദർശൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായിട്ട് അന്നത്തെ ആ വീട്ടിയും ബാക്കിയുള്ളവരൊക്കെ 100% കയ്യഴിച്ച് കളിച്ചു. എന്നാലാവുന്ന വിധത്തിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സാമ്പത്തികമായിട്ട് അതിലൊക്കെ സഹായിച്ചു. അങ്ങനെ ഒരു പുനരുജ്ജീവനം കിട്ടിയതിൽ കൃതാർത്ഥനായിട്ട് ഈ ജന്മം അവസാനിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. സംതൃപ്തനായിട്ടിരിക്കുകയാണ് ഞാൻ. ടീച്ചർക്ക് 80 വയസ്സിനോടടുത്തു. നമ്മളെ സ്കൂളിന് 120 വർഷം പ്രായമായി. എന്താണ് മാപ്പിള സ്കൂളിനെ പറ്റി കുട്ടികളോടും ഇപ്പോഴത്തെ ആളുകളോടും പറയാനുള്ളത്? കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു അറിവ് മാത്രമല്ല, പാഠപുസ്തകത്തിലെ മാത്രമല്ല, അല്ലാതെ നമുക്ക് ജീവിതശൈലിയിൽ കുറേ മാറ്റങ്ങളില്ലേ, അതൊക്കെ കുട്ടികളെ കുറേശ്ശെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ചിലർ പൈസക്കാരെ വീട്ടിൽ നിന്ന് വരുന്നവരാണ്, ചിലർ പൈസ കമ്മിയായ വീട്ടിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഈ കുട്ടികളെ തമ്മിൽ ചില ചർച്ചകൾ വരുമ്പോൾ ചില കുട്ടികൾക്ക് വിഷമം നേരിടാൻ പതിവുണ്ട്. അത് എനിക്ക് അനുഭവമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ കുട്ടികളിൽ നിന്ന് മാറ്റണം. ഞാൻ പണക്കാരനാണ്, അവൾ ദാരിദ്ര്യം പിടിച്ചവളാണ് എന്നുള്ള ആ ദുസ്വഭാവങ്ങളൊക്കെ കുട്ടികളിൽ നിന്ന് മാറ്റണം. എല്ലാവരും ഒരുപോലെ. പിന്നെ അങ്ങാടി കൂടി നടക്കുമ്പോൾ നമ്മളെ ഏത് കുട്ടിയാണെങ്കിലും നമ്മളെ വിളിച്ച് കൊണ്ടുപോയി ഒരു ചായ വാങ്ങിത്തന്ന് നമ്മൾ ആ സ്നേഹബന്ധം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ വെച്ചാലും ഇവിടെ വെച്ച് കണ്ടാലും പ്രധാനപ്പെട്ട നമുക്കൊക്കെ അറിയാവുന്ന പോലെ ആ സാമ്പ്രദായിക രീതിയിലുള്ള അധ്യാപനവും പഠനവും രീതി തന്നെ ടോട്ടലി മൊത്തം മാറിക്കഴിഞ്ഞു. ഇനി എന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് പ്രവർത്തന നിരതമായിട്ടുള്ള ഒരു ക്ലാസ് റൂം അന്തരീക്ഷമാണ് ഉണ്ടാവേണ്ടത്. അതിന് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കുറേ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളതല്ല, കുട്ടികൾക്ക് എന്താ പറയുക സ്കൂളിൽ വരാനുള്ള ഉത്സാഹം അതിപ്പോൾ തന്നെ ഉണ്ട്. അതൊന്നുകൂടെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഈ കളി പഠനം തന്നെ നമുക്ക് അറിയാമല്ലോ, കളി എന്ന കൂട്ടത്തിൽ പഠനം നടക്കുന്നത്. അത് കുറച്ചുകൂടെ കാലികമാക്കാനും അതിൻ്റെ ഈ പുതിയ ടെക്നോളജി ധാരാളം വരാറുണ്ട്. ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. അതിൻ്റെ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരും. എന്നിരുന്നാലും അത് വളരെ എന്താ പറയുക പ്രീ പ്രൈമറി മുതൽ അത് ഉപയോഗപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഇതിനെ ഈ രൂപത്തിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായി. അതിപ്പോൾ മാഷ് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില ആശയങ്ങൾ ഇതുവരെ നമ്മുടെ സ്കൂളിൽ എന്തായിരുന്നു മുൻകാല പ്രധാന അധ്യാപകരും അവരുടെ ടീം നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്, അതൊരു സുപ്രഭാതത്തിൽ നിർത്തുക എന്നുള്ള ഉദ്ദേശമേ ഇല്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിനെ ഇപ്പോൾ ഈ മികവിലേക്ക് എത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സമൂഹത്തെ നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ വിദ്യാലയത്തിൻ്റെ ഭാഗമാക്കി അവരെ മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലത്തെ ഓരോ ടീച്ചേഴ്സിനെയും നമ്മൾ പരമാവധി അവരുടെ കഴിവുകൾ ഇതിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോയി. അപ്പോൾ ഈ 2 രീതിയിലും ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞ സമൂഹത്തെ വിദ്യാലയത്തോട് അടുപ്പിക്കുന്നു, രക്ഷിതാക്കളെ വിദ്യാലയത്തോട് അടുപ്പിക്കുന്നു, അതുപോലെ തന്നെ ഒരു ടീം വർക്കായിട്ട് ഇപ്പോൾ മാഷ് ഉൾപ്പെടെയുള്ള പ്രധാന അധ്യാപകർ രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ ഒരു മാപ്പിള സ്കൂളിൻ്റെ ഒരു പാരമ്പര്യം അത് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് പറയുകയാണ്. സമൂഹവുമായി അത്രമേൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ഒരു ടീമായിരുന്നു നമ്മുടെ സ്കൂളിലെ മുൻകാല അധ്യാപകരൊക്കെ തന്നെ. അപ്പോൾ ആ ഒരു പാത പിന്തുടരുകയാണ് പ്രാഥമികമായിട്ടും പ്രധാനമായിട്ടും ഞാൻ ആദ്യം ചെയ്യുക. പിന്നീട് കാലം ആവശ്യപ്പെടുന്ന വെല്ലുവിളികളെ നമ്മൾ നേരിടാൻ തക്ക രീതിയിൽ ഇവിടുത്തെ ഒരു ടീമിനെ നയിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് എൻ്റെ മനസ്സിലുള്ളത്. കാരണം അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ സ്കൂളിൽ. അപ്പോൾ മാഷൊക്കെ അതിന് വേണ്ടിയിട്ട് നന്നായി ഹോംവർക്കുകൾ ചെയ്ത് അവരുടെ കഴിവുകളെ വളരെ നന്നായി ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിനും കുട്ടികൾക്കും ഒക്കെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിദ്യാലയം കഴിഞ്ഞ 120 വർഷമായി സമൂഹത്തിലുണ്ട്. അതിനെ ഇനിയും ശക്തിപ്പെടുത്തി സമൂഹത്തിൻ്റെ ഒരു സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാഴ്ചപ്പാടാണ് അലനല്ലൂർ AMLP സ്കൂളിലെ അധ്യാപകരുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്.
പുതിയ പ്രധാനാധ്യാപകനായി ചുമതലയേൽക്കുന്ന ജയപ്രകാശ് അതിന് സഹായകമായ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് തൻ്റെ വിഷനായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ വിഷന് പിന്നിൽ അണിനിരക്കുക എന്നതാണ് സമൂഹത്തിൻ്റെയും ട്രസ്റ്റിൻ്റെയും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒക്കെ ഒരു ചുമതല എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. ചരിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് നടന്നുപോയ എന്തോ ഒന്ന് ചെകഞ്ഞെടുക്കേണ്ട എന്തോ ഒന്ന് മാത്രമല്ല. ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് സൃഷ്ടിക്കാനുള്ളത് കൂടിയാണ്. തീർച്ചയായും അത്തരമൊരു ചരിത്രത്തിൻ്റെ ഒട്ടേറെ സൃഷ്ടികൾ ഈ AMLP സ്കൂളിൻ്റെ ചുറ്റുപാടുമായി നടന്നിട്ടുണ്ട്. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഏറ്റവും ഉന്നതിയിലേക്ക് വിദ്യാലയത്തെ എത്തിക്കാൻ പ്രയത്നിച്ച ഒട്ടേറെ അധ്യാപകർ, പ്രഗത്ഭരായ അധ്യാപകരുടെ നീണ്ട നിരയുള്ള ഒരു സ്ഥാപനമായിരുന്നു. പ്രഗത്ഭരായ കുട്ടികളുടെ ഒരു നല്ല നീണ്ട നിരയുള്ള സ്ഥാപനമാണ് 120 വർഷം കൊണ്ട് ഈ സ്ഥാപനം ആയി മാറിയിട്ടുള്ളത്. ഇനി അതിനിടയിൽ വന്ന ഒരു പിറകോട്ടടിയെ അതിജീവിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയതും ഈ വിദ്യാലയത്തിനകത്തു നിന്ന് തന്നെയാണ്. അങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത പദ്ധതി വളരെ വിജയകരമായി നടപ്പിലാക്കിയ ആത്മവിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തീർച്ചയായും പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കും. അറനല്ലൂർ AMLP സ്കൂളിന്റെ ചരിത്രത്തെ, ഇതുവരെയുള്ള ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഊർജത്തെ ആവാഹിച്ചുകൊണ്ട് പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ മറ്റേതൊരു പ്രദേശം നമുക്ക് ആവശ്യം അത്തരം മാതൃകകളാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ചെറിയ ചില മാതൃകകൾ പറഞ്ഞുകൊണ്ട് ആശ്വസിക്കുകയല്ല വേണ്ടത്. കേരളീയ സമൂഹത്തിനാകെ നടപ്പിലാക്കാൻ കഴിയുന്ന പുതിയ മാതൃകകൾ സൃഷ്ടിക്കാനും പുതിയ പരീക്ഷണങ്ങൾ ധൈര്യപൂർവ്വം നടത്താനും അങ്ങനെ ഈ ചരിത്രം പുനർനിർമ്മിക്കാനും അറനല്ലൂർ AMLP സ്കൂളിന്റെ പുതിയ നേതൃത്വത്തിന് ആവട്ടെ അതിനുള്ള എല്ലാ പിന്തുണയും അറനല്ലൂരിലെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന്, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന്, പൂർവ്വ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന്, ഔദ്യോഗികമായ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായി ഇതിനെയും ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും.